ഈ പ്രഭാതം പ്രകൃതി അനുഗ്രഹമാക്കിയനായി ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. യാത്രയിലായിരിക്കുന്നവരെല്ലാം കൃത്യസമയത്ത് ഇവിടെ എത്തുവാൻ കർത്താവ് സഹായിക്കണമേ. ദൈവത്താൽ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. വന്നിരിക്കുന്ന സഹോദരിമാരെയും സഹോദരന്മാരെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എത്താനുള്ളവരെയും വളരെ വേഗം എത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്ന ആത്മീയമായ അനുഗ്രഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹത്തിന്റെ അധിപതിയായ കർത്താവിന് മഹത്വം നൽകുന്നു. അങ്ങേ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും കർത്താവെ ഞങ്ങളെ ഒരുക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. ആത്മാവിൽ ആരാധിക്കുവാനും ആത്മാവിൽ നിറയുവാനും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും അങ്ങേക്ക്. എല്ലാവരെയും ഒരിക്കൽ കൂടെ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ആമേൻ. യേശു ക്രിസ്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഈകാലോകത്തിൽ താനിനി വേഗം വരും ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. കോരതര വിഷപല്ലോ മരണത്തിൻ കോരതര വിഷപല്ലോ തകർത്തതയാ. ഇനി തെല്ലോ ഭയ വിനെ നമ്മൾ വെല്ലോ വിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നായതിന ഞാൻ എന്നേക്കും ജീവിക്കയാൽ. യേശു ജീവിക്കുന്നായതിന ഞാൻ എന്നേക്കും ജീവിക്കയാൽ. ഇനി തന്നെ പിരിയുന്നൊരു ജീവിതമിൽ എനിക്കെല്ലാം യേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. മന്നീലല്ലോ നിത്യവാസമന്നേശുവിൽ മുന്നിൽ മകത്വത്തിനായി. മന്നീലല്ലോ നിത്യവാസമന്നേശുവിൽ മുന്നിൽ മകത്വത്തിനായി. ഇനി ഒരു ജീവിതമിൽ എനിക്കെല്ലാം യേശുവത്രേ. ഹല്ലേലൂയ, നിത്യം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നായതിന ഞാൻ എന്നേക്കും ജീവിക്കയാ. യേശു ജീവിക്കുന്നായതിന
ഞാൻ എന്നേക്കും ജീവിക്കയാ ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം യേശുവത്രേ. ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. സ്തുതി സ്തുതി എൻ മനമേ സ്തുതികളിലുന്നതനെ നാഥൻ നാൾതോറും ചെയ്ത നന്മകളോർത്തു പാടുക നീ എന്നും മനമേ. പാടുക നീ എന്നും മനമേ. നാഥൻ നാൾതോറും ചെയ്ത നന്മകളോർത്തു പാടുക നീ എന്നും മനമേ. പാടുക നീ എന്നും മനമേ. അമ്മേ പോലെ നാഥൻ താലോലിച്ചണച്ചിടുന്നു. അമ്മേ പോലെ നാഥൻ താലോലിച്ചണച്ചിടുന്നു. സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാറിൽ ദിനംദിനമാ. തന്റെ മാറിൽ ദിനംദിനമാ സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാറിൽ ദിനംദിനമാ. തന്റെ മാറിൽ ദിനംദിനമാ. സ്തുതി സ്തുതി എൻ മനമേ സ്തുതികളിലുന്നതനെ നാഥൻ നാൾതോറും ചെയ്ത നന്മകളോർത്തു പാടുക നീ എന്നും മനമേ. പാടുക നീ എന്നും മനമേ. നാഥൻ നാൾതോറും ചെയ്ത നന്മകളോർത്തു പാടുക നീ എന്നും മനമേ. പാടുക നീ എന്നും മനമേ. ഭാരതനീടിലും തീരരോഗത്തനീടിലും ഭാരതനീടിലും തീരരോഗത്തനീടിലും പിണനീടും മഴു പിണരാ തന്നിടുന്നു രോഗസൗഖ്യം പിണനീടുമരടി പിണരാ തന്നിടുന്നു രോഗസൗഖ്യം തന്നിടുന്നു രോഗസൗഖ്യം. ആമേൻ സ്തുതി സ്തുതി എൻ മനമേ സ്തുതികളിലുന്നതനെ
നാഥന്മാരോടും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ. പാടുക നീ എന്നും മനമേ. നാഥന്മാരോടും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ. പാടുക നീ എന്നും മനമേ. കഷ്ടങ്ങൾ ദേശനാമോർക്കുന്നല്ലോ 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 ദേശനാമോർക്കുന്നല്ലോ. ആമേൻ. സ്തുതി സ്തുതി മനമേ. സ്തുതികളും നാഥനേ. നാഥോടും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ. പാടുക നീ എന്നും മനമേ. നാഥന്മാരോടും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ. പാടുക നീ എന്നും മനമേ. തന്നിടുന്നു രോഗസൗഖ്യം തന്നിടുന്നു രോഗസൗഖ്യം തന്നിടുന്നു രോഗസൗഖ്യം. ആമേൻ. സ്തുതി സ്തുതി മനമേ. സ്തുതികളും നാഥനേ. നാഥന്മാരോടും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ. പാടുക നീ എന്നും മനമേ. നാഥന്മാരോടും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ. പാടുക നീ എന്നും മനമേ. സഹായ സൈന്യമേ. സങ്കേതവും കോട്ടയും. സഹായ സൈന്യമേ. സങ്കേതവും കോട്ടയും. ആമേൻ. സ്തുതി സ്തുതി മനമേ. സ്തുതികളിലും നാഥനേ. നാഥന്മാരോടും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ. പാടുക നീ എന്നും മനമേ. നാഥന്മാരോടും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ.
പാടുക നീ എന്നും മനമേ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചുരുക്കം വാക്കുകളാൽ നമ്മുടെ ഈ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിന് ഫാസ്റ്റ് പ്രാർത്ഥന. കണ്ണടച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും മുദ്രനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹപൂർവ്വ നല്ലമായ സമയത്തെ വാഴ്ത്തുന്ന കർത്താവേ, ഈ പകൽക്കാലം ദേശത്തെ കർത്താവിന്റെ കൂട്ടായ്മ കൂടുവാൻ സർവശക്തനായ ദൈവം ഞങ്ങൾ കർത്താവ് മുന്നമേ കണ്ടു വലിയ കൃപകൾക്ക് നന്ദി കർത്താവേ. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര സുഖം, എത്ര മനോഹരമാകും കർത്താവേ. ഇതിനകത്ത് പകൽക്കാലം വചനപ്രകാരങ്ങൾ ഒരുമിച്ച് കൂടുവാൻ ദൈവം ഞങ്ങൾക്ക് തന്ന വലിയ ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് കർത്താവ്. ഈ കൂട്ടായ്മയിൽ കൂടി കർത്താവ് ദൈവനാമദേശം മകർത്തപ്പെടുവാൻ അനേക ചെയ്ത് കടന്നു വരുവാൻ കർത്താവിന്റെ ദാസന്മാർക്ക് വലിയ അനുഗ്രഹമായി വിടുതലായി ആശ്വാസമായി മാറുവാൻ സ്വർഗമേ സഹായിക്കുന്ന കർത്താവിന് നേതൃത്വം നൽകുന്ന കർത്താവിനെ കർദാസന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്ന കർത്താവ് ദൈവമേ, ഹൃദയത്തിൽ നിയോഗിച്ച ആ നിയോഗപ്രകാരം ദൈവനാമത്തിന് വേണ്ടി കർത്താവ് ചെയ്യുന്ന ഈ പ്രവർത്തനം ഏറ്റവും അനുഗ്രഹമായി വിടുതലായി ആശ്വാസമായി മാറുവാൻ തക്കവണ്ണം സ്വർഗ്ഗവിടുക. കർത്താവിന്റെ ജീവിതത്തിൽ കുടുംബത്തിൽ വലിയ അനുഗ്രഹമാക്കി തീർക്കണമേ കർത്താവ്. ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത ഓരോ വ്യക്തികളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് ദൈവം ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് കർത്താവ്. ഹല്ലേലൂയ. എല്ലാവരും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നത് കടന്നു വരാനിരിക്കുന്ന വഴിയാത്രയിലായിരിക്കുന്ന ദാസന്മാരെ തക്ക സമയത്ത് കൊണ്ടുവരുവാൻ സ്വർഗ്ഗമെങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. തുടക്കം മുതൽ അവസ്ഥാനത്തോളം കിടക്കുകയും സാന്നിധ്യം കൂടിയിരിക്കുന്നു. മാനവും മഹത്വവും പകർച്ചയും തേജസ്സും ബഹുമാനവും എല്ലാം നടക്കും. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്റെ പിതാവ്. കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഈ പ്രാർത്ഥന വളരെ നാളുകൊണ്ട് ഈ ഹാളിൽ പ്രാർത്ഥിക്കുവാൻ തീരുമാനിക്കുകയും എല്ലാവരെയും ആ വിവരം ഒരു മാസം കൊണ്ട് അറിയിച്ചുകൊണ്ടിരിക്കുകയും. പക്ഷേ ബൈബിളിൽ നമ്മൾ ഒരു ഭാഗം വായിക്കുമ്പോൾ കർത്താവ് ഒരു ഉപമ പറഞ്ഞു. കർത്താവ് പറഞ്ഞു ഇങ്ങനെയാണ്: വലിയൊരു ധനാട്യൻ ഒരു വിരുന്നുശാല ഒരുക്കി. ആ വിരുന്നുശാല ഒരുക്കിയിട്ട് പ്രധാനപ്പെട്ട ആളുകളെ നേരത്തെ കൂട്ടി അറിയിച്ചു. ആ സമയമായപ്പോൾ തന്റെ ജോലിക്കാരെ ഒരാളെ അയച്ച് വിരുന്ന് ഒരുങ്ങിയിരിക്കുന്നു, എല്ലാവരും വന്നെത്തിച്ചേരണമെന്ന് അറിയിച്ചു. പക്ഷേ പോയി വിളിച്ച ദാസനോട് പറയുന്നു, ഞാനൊരു 2 കാളയെ വാങ്ങി, അത് പുതിയ കാളയാണ്, ആ കാളയുടെ കാര്യം അന്വേഷിക്കുവാനായിട്ട് ഞാൻ പോകും, എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയും. വേറൊരാളെ പോയി കണ്ടപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ പുതിയ നിലങ്ങൾ വാങ്ങി, ആ നിലങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് അറിയുന്നതിന് വേണ്ടി ഞാൻ അങ്ങോട്ട് പോകുന്നു, എനിക്ക് ഈ വിരുന്നിൽ പങ്കെടുക്കാൻ കഴിയും. അപ്പൊ വേറൊരാളെ ചെന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്, ഞാനൊരു വിവാഹം കഴിച്ചു, പുതിയ വിവാഹമായതുകൊണ്ട് ഇപ്പോഴുള്ള വിവാഹത്തിന്റെ ആദ്യ ദിവസങ്ങളായതുകൊണ്ട് എനിക്ക് വരാൻ സാധിക്കുകയില്ല. അപ്പൊ ദാസൻ ഇങ്ങനെ വിരുന്നൊരുക്കിയ ധനവാനോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ പോയി തെരുക്കുകളിൽ വലിയ അമ്പലത്തിൽ ഇരിക്കുന്ന വികലാംഗരെയും ഭിക്ഷക്കാരെയും കാണുന്നവരൊക്കെയും കൂട്ടി വിരുന്നുശാല നിറയ്ക്കുക. അങ്ങനെ അവൻ പോയി ക്ഷണിക്കപ്പെടാത്ത അതിഥികളായി ആഹാരത്തിന് വലഞ്ഞിരിക്കുന്ന, ആരും വിളിക്കാത്ത വൃത്തിഹീനരായിരിക്കുന്ന ആളുകളെയൊക്കെ വിളിച്ച് ആള് നിറച്ചു. ഇനിയും സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഇനിയും ആൾക്കാരെ പോയി വിളിക്കും എന്നോ. ആ വിരുന്നുശാല നിറഞ്ഞു. അതുപോലെ നമ്മളെ വിശ്വാസികളായ നാം ഓരോരുത്തരെ വിളിക്കുമ്പോൾ അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെന്നിമാറും. ഇതാണ് നമ്മുടെ വിശ്വാസഗോളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വിശ്വാസത്തോടുകൂടെ സങ്കീർത്തനം 150, നമ്മൾ ചില വചനങ്ങളെ ബൈബിൾ എടുത്ത് കൈവച്ചേക്കണം. ഇവിടെ പറയുന്ന വചനങ്ങളൊക്കെ നോക്കി വായിക്കുവാൻ. സങ്കീർത്തനം 150
സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗം. അത് 6 വാക്യങ്ങളെ 150 അതൊന്ന് വായിക്കും. യഹോവയെ സ്തുതിപ്പിൻ, ദൈവത്തിൻ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പിൻ, അവന്റെ ബലമുള്ള ആകാശ വിധാനത്തിൽ അവനെ സ്തുതിപ്പിൻ, അവന്റെ വീരപ്രവർത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പിൻ, മധുമാനിത്യത്തിൽ തക്കവണ്ണം അവനെ സ്തുതിപ്പിൻ, കാഹളനാദത്തോട് അവനെ സ്തുതിപ്പിൻ, വീണയോടും കിന്നരത്തോടും കൂടെ അവനെ സ്തുതിപ്പിൻ, തപ്പിനോടും നൃത്തത്തോടും കൂടെ അവനെ സ്തുതിപ്പിൻ, തന്ത്രിനാദത്തോടും കുഴലിനോടും കൂടെ അവനെ സ്തുതിപ്പിൻ, ഉച്ചനാദമുള്ള കൈത്താളോടും കൂടെ അവനെ സ്തുതിപ്പിൻ, അത്യുന്നതനായുള്ള കൈത്താളങ്ങളുടെ അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടും കൂടെ അവനെ സ്തുതിപ്പിൻ, ജീവനുള്ളതൊക്കെ യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിക്കും. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ 150 പറഞ്ഞിരിക്കുക യഹോവയെ സ്തുതിക്കാം. അപ്പോൾ നമ്മളിവിടെ എന്തിനാ വന്നിരിക്കുന്നതെന്ന്? അത്യുന്നതനായ പ്രപഞ്ചത്തിന്റെ നാഥനായ സകല ജീവജാലങ്ങളെയും നിർമ്മിക്കുകയും ജീവിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. എത്രത്തോളം ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് സമയം ലഭിക്കുന്നോ അത്രത്തോളം നാം ദൈവത്തെ സ്തുതിക്കും. ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ശരീരത്തിന്റെ ആകത്തുക എന്താണെന്ന് പരിശോധിച്ചാൽ 8 കാര്യങ്ങളാണ് അതിലടങ്ങിയിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ എന്താണ്? ദേഹം, ദേഹി, ആത്മാവ്, മനസ്സ്, മനസ്സാക്ഷി. പിന്നെന്താണ്? ഇപ്പൊ എത്രയായി? 3, 5 മനസ്സ്, മനസ്സ്. അന്തർജ്ഞാനം എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ കൂടി വരുന്ന ഒരു യോഗ നടക്കുന്ന സ്ഥലം. അന്തർജ്ഞാനം, കൂട്ടായ്മ, ഇച്ഛാശക്തി. ഈ കാര്യങ്ങളിലൂടെയാണ് മനുഷ്യന്റെ ശരീരം വർക്ക് ചെയ്യുന്നത്. അവന്റെ ബുദ്ധിമണ്ഡലം, ആ ബുദ്ധിമണ്ഡലത്തിന് മുകളിലാണ് ആത്മീയ മണ്ഡലം. ആത്മീയ മണ്ഡലത്തിൽ നിന്നാണ് ബുദ്ധിമണ്ഡലത്തിലേക്ക് വരുന്നത്. പിന്നെ പഞ്ചേന്ദ്രിയങ്ങളെ കവർ ചെയ്ത് നേരെ ഹൃദയത്തിലേക്ക് കാണുന്ന മനസ്സ്, മനസ്സാക്ഷി ഇങ്ങനെ കറങ്ങി. അപ്പൊ ഇതെല്ലാം ഒരു ബോധമുള്ള ഒരു മനുഷ്യന് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയണം. രാവിലെ കുളിക്കുക, ഉടുപ്പിടുക, ഒരുങ്ങുക, തീരുമാനിക്കുന്നിടത്ത് പോകുക, വരിക, അതല്ല. മനസ്സിനകത്ത് എന്താണ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം ബോധമണ്ഡലത്തിൽ, ബുദ്ധിമണ്ഡലത്തില്, ആത്മീയ മണ്ഡലത്തിൽ കയറി ഇറങ്ങണം. ഓരോ പ്രോസസ് കടന്നു വരണം. അപ്പോഴാണ് നമ്മൾ പ്രവൃത്തിയിലേക്ക് വരുന്നത്. ആക്ഷൻ. സിനിമയിലെ ഇങ്ങനെ പറയുന്നു, ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എന്ത് പറയും? ആക്ഷൻ. ഡയറക്ടർ ആക്ഷൻ പറയുമ്പോഴാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തിന് ആക്ഷൻ പ്ലാൻ ചെയ്യുമ്പോഴാണ് വർക്ക് നടക്കുന്നത്. ഇപ്പോ കർത്താവിനെ സ്തുതിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. രാത്രിയും പകലിലും നിന്റെ ഗമനത്തിലും ആഗമനത്തിലും ദൈവത്തെ സ്തുതിക്കണം. നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നിനക്ക് തരും. നിന്റെ അധ്വാന ഫലത്തെ നീ അനുഭവിക്കും. നീ എന്റെ വഴികളിലൂടെ നടക്കണം, എന്റെ ചിന്തകളിലൂടെ നടക്കണം, എന്റെ കൽപ്പനകളിലൂടെ സഞ്ചരിക്കണം. എങ്കിൽ മാത്രമേ ഉയരത്തിൽ സ്വർഗത്തിൽ നിന്നുള്ള ബ്ലെസ്സിങ്ങും അനുഗ്രഹവും നിനക്ക് നിന്റെ ശരീരത്തിൽ വ്യാപരിക്കും. ദൈവവചനത്തിന്റെ കീഴ്പ്പാണ്. ദൈവവചനത്തിന് ചില ശക്തിയുണ്ട്, അറിയാമല്ലോ. ദൈവത്തിന്റെ വചനം എന്താണ്? ജീവനുള്ളത്, ചൈതന്യമുള്ളത്, ലോകത്തെ ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളത്, പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിക്കുന്നതിനെ തുളച്ചു ചെല്ലുന്നതും നിന്റെ മനസ്സിലെ ചിന്തകളെ, ഭാവങ്ങളെ മാറ്റിമറിക്കുന്നതുമാണ് ദൈവത്തിന്റെ വചനം. ഇത് അടുക്കടുക്കായിട്ട് മനസ്സിലാക്കണം. രാവിലെ ക്രിസ്ത്യാനികളുടെ ജോലി എന്താണ്? പ്രാർത്ഥിക്കാൻ പോയാൽ ബൈബിൾ എടുക്കുക, 2 വചനം വായിക്കുക. കർത്താവേ, എനിക്കും എന്റെ കുട്ടികൾക്കും എന്റെ കുട്ടികൾക്കും എന്റെ വേണ്ടപ്പെട്ടവർക്കൊക്കെ അനുഗ്രഹം തരണമേ.
വേണമെങ്കിൽ ഒന്ന് രണ്ട് ബന്ധുക്കളുടെ കാര്യം കൂടെ പ്രാർത്ഥിച്ചു മതി. സ്തോത്രം. വചനത്തിൽ പറയുന്നത് വേണ്ട പോലെ പ്രാർത്ഥിക്കുവാൻ നിനക്ക് കഴിയുന്നില്ല, അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ പ്രാർത്ഥനകളെ ക്രോഡീകരിച്ച് അതിനെ സംസ്കൃതീകരിച്ച് എഡിറ്റ് ചെയ്ത് ദൈവത്തിലേക്ക് എത്തി. അപ്പൊ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ വളരെ ചുരുക്കമായി പ്രാർത്ഥിക്കണം. ജൽപ്പനമരുത് എന്നാണ് മത്തായി സുവിശേഷം 6 പറയുന്നത്. പ്രാർത്ഥനയ്ക്ക് ജൽപ്പനമരുത്. എനിക്ക് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന ആളുകൾ ഒരുവരുണ്ട്. രാത്രി 10:30 കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട്. ഇത് 1/2 മണിക്കൂറാണ് പ്രാർത്ഥന. ഞാൻ ഈ പ്രാർത്ഥന സമയത്ത് ഹെഡ്ഫോൺ ഊരി വെച്ചിട്ട് വേറെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? ദൈവത്തിന് ജോലി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇയാൾ. താൻ ചെയ്യേണ്ട ജോലികളൊക്കെ ദൈവത്തിനോട് ഏൽപ്പിച്ചു. കർത്താവെ അങ്ങനെ ചെയ്യണമേ, കർത്താവെ ഇങ്ങനെ ചെയ്യണമേ, കർത്താവെ നീ ഇങ്ങനെ ചെയ്യണമേ, കർത്താവെ അവിടെ നോക്കണമേ, കർത്താവെ ഇവിടെ നോക്കണമേ, കർത്താവെ അങ്ങനെ അവിടെ ചെയ്യണമേ. ഈ ലോകത്ത് ഹിന്ദുക്കളായിരിക്കുന്നവരെല്ലാം ക്രിസ്ത്യാനിയാകട്ടെ, മുസ്ലിമാൻ ക്രിസ്ത്യാനിയാകട്ടെ, ബ്രാഹ്മണൻ ക്രിസ്ത്യാനി, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ അന്റാർട്ടിക്ക, അമേരിക്ക, ജപ്പാൻ, ഇന്തോനേഷ്യ, എവിടെയൊക്കെ അറിയാമോ അവിടെയൊക്കെ ജോലി ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് ഇതൊന്നും അറിഞ്ഞൂടെ? ഓരോ നിശ്വാസങ്ങളെ അളക്കുന്ന, പർവ്വജാതികൾക്ക് ആഹാരം കൊടുക്കുന്ന, ഉറുമ്പിന് ആഹാരം കൊടുക്കുന്ന ഈ പ്രപഞ്ചം എങ്ങനെ പോകണം, എങ്ങനെ ചലിക്കണം, നക്ഷത്രം എവിടെ നിൽക്കണം, കാറ്റ് എവിടെ അടിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ദൈവത്തിന് ഇതൊന്നും അറിഞ്ഞൂടെ? എന്തിനാണ് മനുഷ്യ നീ ദൈവത്തോട് ജോലി ഏൽപ്പിക്കുന്നത്? ഞാൻ അശക്തനാണ് കർത്താവേ, ഞാൻ കുറവുള്ളവനാണ്, ഞാൻ മനുഷ്യനാണ്. കർത്താവെ, അങ്ങയുടെ ഹിതം പോലെ എന്നെ നടത്തണം, അങ്ങയുടെ ഇഷ്ടം പോലെ എന്നെ ജീവൻ നൽകണം, അങ്ങയുടെ ഇഷ്ടം പോലെ എന്നെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുവാനും പറയുവാനും മാത്രമേ നമുക്ക് അധികാരം. ഒരു ഭക്തൻ ഇങ്ങനെ പറയും, 139 സങ്കീർത്തനത്തിന്റെ 1 മുതൽ 5 വരെ വാക്യങ്ങൾ, ഒരു 5 വാക്യം വേഗമായി. ഒരു ഭക്തൻ ഇങ്ങനെ പറയുകയാണ്, കർത്താവേ, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും ചിന്തിക്കുന്നതും പറയുന്നു നീ അറിയും. വായിച്ചേ. നൂറ്റി 139 സങ്കീർത്തനം. അതെ, യഹോവേ, നീ എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു, നീ എന്നെ സ്കാൻ ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് നീ അറിയുന്നു, എന്റെ ചിന്തകൾ ദൂരത്ത് നീ മനസ്സിലാക്കുന്നു, എന്റെ നടപ്പും എന്റെ കിടപ്പും എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. യഹോവേ, അങ്ങ് മുഴുവൻ അറിയാതെ എന്റെ നാവിലെ ശബ്ദങ്ങളിൽ ഒന്നുമില്ല. മുൻപും പിൻപും എന്നെ അടച്ചു, നിന്റെ കൈ എന്മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് വളരെ അത്ഭുതമായിരിക്കും. സ്തോത്രം. നോക്ക്, ഇങ്ങനെ ഒരു ചിന്ത മനുഷ്യനുണ്ടായാൽ എങ്ങനെയിരിക്കും? അവന്റെ ലോകമോഹങ്ങളിലോ അവന്റെ ജഡീയ താല്പര്യങ്ങളിലോ അവന്റെ വലിയ ധനമുണ്ടാക്കുന്ന കാര്യങ്ങളിലോ അവനാൽ കഴിയാത്ത കാര്യങ്ങളിലോ പോകാൻ അവന് സാധിക്കും. കാരണം ദൈവം അവനെ നിയന്ത്രിക്കുന്നു. സ്വർഗത്തിൽ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തിയിരിക്കുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായമോ സ്വർഗത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവേ. അപ്പോ നാം ഇങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകണം എന്നതാണ് ബൈബിൾ പറയുന്നത്. പക്ഷെ മനുഷ്യൻ ആരെ നശിപ്പിക്കാം? രാവിലെ എണീറ്റാൽ രാത്രി, ബൈബിൾ വേദപുസ്തകമുണ്ട്, രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ അവന്റെ ചിന്ത മറ്റുള്ളവരെ നശിപ്പിക്കുവാനുള്ള ഗൂഢതന്ത്രങ്ങൾ ആലോചിക്കുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. ശരിയല്ലേ? അപ്പോ ഒരു ഭക്തൻ എങ്ങനെയാണെന്നാണ് 109 ദാവീദാണ് പറഞ്ഞത്, രാജാവാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും നീ അറിയുന്നു, എന്റെ ചിന്തകളെ സ്വർഗത്തിൽ നിന്ന് നിയന്ത്രിക്കുന്നു.
ഇന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കില്ല. വേദപുസ്തകം പറയുന്നു, നമ്മൾ വിശ്വസിക്കും. സ്വർഗത്തിൽ നിന്റെ നിരൂപണങ്ങൾ നിയന്ത്രിക്കുന്നു എന്നാണ്. അപ്പൊ നാം ഈ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം നമ്മുടെ ചിന്തകൾക്ക് ഒരു വിരാമമുണ്ടാകണം. ആ ചിന്തയാണ് നമ്മള്. ഇനി വിശ്വാസം എന്ന് പറഞ്ഞതോ, കാണാതെ പറയും, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. വിശ്വാസം. മാർത്തയോട് പറഞ്ഞു. മാർത്ത പറഞ്ഞു, 4 ദിവസമായി കല്ലറയിൽ ബോഡി വെച്ചിട്ട് നാറ്റം വെച്ചുപോയി, ഇനി തുറക്കാൻ ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ കർത്താവായ യേശു പറഞ്ഞു, നീ വിശ്വസിക്കുന്നെങ്കിൽ ഇപ്പോൾ ദൈവത്തിന്റെ മഹത്വം നിന്റെ മുന്നിൽ കാണാൻ കഴിയും. യായിറോസ് മകള് മരിച്ചപ്പോഴും കർത്താവിനെ നോക്കി പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. അപ്പൊ വിശ്വാസം എന്നതാണ് നമ്മുടെ മെയിൻ പ്രോബ്ലം. 12 വർഷം ബ്ലീഡിംഗ് ആയ സ്ത്രീ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് ആരോടും ചോദിക്കാതെ, അനുവാദം ചോദിക്കാതെ ആ തിരക്കിലൂടെ ഇടിച്ചു കയറി കർത്താവിന്റെ വസ്ത്രത്തിന്റെ എവിടെ തൊട്ടു? തൊങ്ങൽ, വിളിമ്പ് വസ്ത്രത്തിന്റെ. അപ്പോൾ ഒരു ശക്തി സ്പാർക്ക് ചെയ്തു അവളുടെ ശരീരത്തിലേക്ക്. സൗഖ്യത്തിന്റെ ശക്തി. 12 വർഷമായി ശക്തിയില്ല, ബ്ലഡ് എല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഉള്ള വസ്തു എല്ലാം വിറ്റ് മന്ത്രവാദികളും പ്രവാചകന്മാരും ഒക്കെ പറഞ്ഞത് കേട്ടിട്ട് ഇപ്പൊ വിശ്വാസം എന്താണ്? യേശു എവിടെ ചെന്ന് എന്നെ കണ്ടാലും, ഞാൻ കണ്ടാലും ദൈവത്തിന്റെ വസ്ത്രത്തിൽ തൊട്ട് ഞാൻ സൗഖ്യമാണ്. വിശ്വാസം. അവൾ വന്ന് തൊട്ടു, സൗഖ്യമായി. എന്നിൽ നിന്നൊരു ശക്തി പുറപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് തിരക്കിയപ്പോൾ അടുത്ത് വന്ന് കാര്യം പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസമാണ്. ഇനി നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറയാം. യേശു കർത്താവിന്റെ അടുത്ത് 10 കുഷ്ഠരോഗികൾ പോയി. അന്നത്തെ കാലത്ത് കുഷ്ഠരോഗം എന്ന് പറഞ്ഞാൽ എത്ര മൈൽ അകലെയാണ് കഴിയേണ്ടത്. യഹൂദന്മാരും ഒരു ശമര്യക്കാരനുമാണ് പോയത്. അവിടെ പോയി കർത്താവിന്റെ കാൽക്കൽ വീണ് നാവ് തൊട്ട് സൗഖ്യമാക്കി. 10 പേരും സൗഖ്യമായി. പക്ഷെ പോയി കുറച്ചു ദൂരം പോയിട്ട് ഒരു ശമര്യക്കാരൻ, യഹൂദനല്ലാതെ ജാതി വ്യത്യാസത്തിൽ അകറ്റി നിർത്തിയിരിക്കുന്ന ആ ശമര്യക്കാരൻ യേശുവിന്റെ അടുത്തിൽ വന്നു, കാൽ വീണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, എണീക്കാം, ഞാൻ 10 പേരെ നിന്നോടൊപ്പം സൗഖ്യമാക്കി, ബാക്കി 9 പേരും എവിടെ? മടങ്ങി വന്നില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, എണീക്കാം, നിന്റെ വിശ്വാസമാണ് നിന്നെ രക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ 38 വർഷമായി പരാലിസായി കുളക്കരയിൽ. ഏത് കുളക്കരയിൽ? കുളക്കരയിൽ യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ 38 വർഷം കൊണ്ട് പരാലിസ് ബാധിച്ച മനുഷ്യൻ ആ കുളക്കരയിൽ. ആ കുളക്കര ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകത എന്താണ്? ഒരു വർഷം ആ വെള്ളം തനിയെ കലങ്ങുമ്പോൾ ഏത് രോഗം പിടിച്ചവനോ കുളത്തിൽ വീഴുക, സൗഖ്യം. നിങ്ങൾ വായിച്ചു നോക്കണം, അറിയാമല്ലോ, നിങ്ങൾ വായിക്കുന്നത് യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം. പക്ഷെ യേശു അവിടെ പോയപ്പോൾ അദ്ദേഹത്തിന് കണ്ടു, നീ എന്താ കിടക്കുന്നത്? കർത്താവേ, ഈ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ ആരുമില്ല. ഞാൻ തനിയെ ഉരുണ്ടവിടെ പോകുമ്പോൾ വേറെ ചിലർ സൗഖ്യമാകി പോകും. അപ്പൊ കർത്താവ് പറഞ്ഞു, ഒറ്റ ചോദ്യം അവനോട്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? നീ വിശ്വസിക്കുന്നുവോ? ഒറ്റ ചോദ്യമാണ്. നീ വിശ്വസിക്കുന്നു? നിന്റെ കിടക്കയും എടുത്ത് നടന്നു പോവാം. അപ്പൊ നമ്മുടെ ഉള്ളിലൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് നമ്മെ നിലനിർത്തുന്നത്. എന്ത് വന്നാലും ശരി, വിശ്വാസം. അത്യുന്നതിന്റെ മറവിലും സർവശക്തിന്റെ നിഴലിലും നമ്മെ സൂക്ഷിക്കുന്ന വിശ്വാസം. സ്തോത്രം. നമുക്ക് ഒരു ചെറിയ ഗാനത്തിന്റെ ഒരു 2 വരി പാടി നമുക്ക് വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്താം. രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി.
രാജാധിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ ക്ലേശം തീർന്നുക വസിപ്പാൻ പോയ പ്രിയങ്ക ക്ലേശം തീർന്നുക വസിപ്പാൻ പോയ പ്രിയങ്ക വസം പോയ പ്രിയങ്ക രാജാധിരാജേ മഹിമയോടെ രാജാധിരാജേ മഹിമയോടെ പ്രാണപ്രിയങ്കേ മുഖത്തെ പ്രാണപ്രിയങ്കേ മുഖത്തെ രാജാധിരാജേ രാജാധിരാജേ മഹിമയോടെ രാജാധിരാജേ മഹിമയോടെ ആമേൻ ഹല്ലേലൂയ രാജാധിരാജൻ മഹിമയോടെ വാനമേഘങ്ങളിൽ എഴുന്നള്ളാറായി. എങ്ങനെയാണ് എഴുന്നള്ള്? കിഴക്ക് നിന്ന് പടിഞ്ഞാറോളം മിന്നൽ പ്രകാശിക്കുന്നത് പോലെ ദൈവത്തിന്റെ മഹാശബ്ദത്തോടും കാഹളധ്വനിയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ഹല്ലേലൂയ കർത്താവ് എഴുന്നള്ളുകയും ആ എഴുന്നള്ളതിന്റെ വരവാണ് പാട്ടുകാരൻ രേഖപ്പെടുത്തി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ഇപ്പോ വന്ന എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടെ കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ നടന്നു വന്നു. ഇതിനകത്ത് കയറി. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ കവറേജ്, ഈ ഹാളിൽ പരിശുദ്ധാത്മാവിന്റെ കവറേജ്. അപ്പോ നാം ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു ആത്മീയമായ ഒരു അന്തരീക്ഷം, ആ ആത്മീയ അന്തരീക്ഷത്തിൽ നിറയണം. നമ്മൾ പങ്കാളിയാണ്. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടുകൂടെ നാം ആത്മാവിൽ നിറയണം. ഹല്ലേലൂയ. ആത്മാവിൻ ശക്തിയോടെ ജീവിക്കാൻ ആത്മാവരങ്ങളിൽ പ്രകാശിപ്പാൻ ആത്മാവിൻ ശക്തിയോടെ ജീവിക്കാൻ ആത്മാവരങ്ങളിൽ പ്രകാശിപ്പാൻ
പ്രിയമേ ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പൊ ആത്മീയ അന്തരീക്ഷത്തിലാണ് നാം ഇവിടെ ഇരിക്കുവാൻ. കാരണം പുറത്തുള്ളതൊക്കെ വിട്ടേച്ച് നമ്മൾ അകത്തേക്ക് വന്നിരിക്കും. സ്തോത്രം. അപ്പൊ അങ്ങനെ നമ്മൾ ചില വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ ആ വചനങ്ങളൊക്കെ ഒന്ന് എടുക്കണം. ഒരാള് എടുക്കാൻ താമസിച്ചാൽ എടുക്കുന്നവരങ്ങ് വായിക്കും. അപ്പൊ കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശം. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശം. ഓക്കെ, പക്ഷെ നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകും. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകുന്നു. ഞാൻ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ ലോകത്തിൽ പ്രകാശിക്കുന്ന ഗോളങ്ങളായി മാറ്റിയിരിക്കുന്നു. അതാണ് വെളിച്ചം. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, അവൻ മനുഷ്യന്റെ വെളിച്ചമായി തീർന്നു. ആരാ? ഇനി ഒന്നെന്ന് വായിക്കാം, 1:1 മുതൽ വായിക്കാം. ആരാ വെളിച്ചമായത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്ന വചനം മറിയയുടെ ഉദരത്തിൽ വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യരുടെ പാർക്കുവാൻ ഭൂമിയിലേക്ക് വന്നു. അപ്പൊ വചനമാണ് വെളിച്ചം, വചനമാണ് സത്യം. വഴിയും സത്യവും ജീവനും വചനമാണ്. ആ വചനം പ്രകാശമാണ്. അത് നമ്മുടെ ഇടയിൽ പ്രകാശിക്കുന്നു. ആർക്കും അതിനെ അണയ്ക്കാൻ കഴിയും. ആ വെളിച്ചം നമ്മുടെ ഉള്ളിൽ. മത്തായി സുവിശേഷത്തിൽ അത് 5-ാം അധ്യായത്തിൽ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാണ്. ഉപ്പ് കാരമില്ലാതെ പോയാൽ അത് മനുഷ്യർ ചവിട്ടിക്കളയും. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകുന്നു. പ്രകാശം വിളക്ക് കത്തിച്ച് പറയും കീഴിലല്ല വെക്കേണ്ടത്, അത് തണ്ടിന്മേൽ അത്ര വെക്കേണ്ടത്. വായിക്കാ വചനം. ആ ആ അതെ. ആ അത് നമ്മെ കുറിച്ചാണ് കേട്ടോ, നമ്മെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ വണ്ടിത്തടത്തായാലും നെടുമങ്ങാടായാലും ആ ഓരോ സ്ഥലത്തും മുരിക്കുവാളയിലായാലും വന്ന സ്ഥലത്തൊക്കെ നാം ഭൂമിയുടെ, നാം താമസിക്കുന്ന പ്രദേശത്തെ ഉപ്പാണ്. സോൾട്ട്. അതിന് രസമില്ലെങ്കിൽ ചാക്കോടെ എടുത്ത് എവിടെ കളയും? പക്ഷെ പുറത്തൊന്നും സ്ഥലമില്ലെന്ന വചനം പറയും. ആ നിലവും നാശപ്പെടും, അത് ഒന്നിനും കൊള്ളില്ല. മനുഷ്യർ കാലുകൊണ്ട് മെതിച്ചു കളയും. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, നാം അധിവസിക്കുന്ന ഭവനത്തിലായാലും കുടുംബത്തിലായി സമൂഹത്തിലായാലും മറ്റുള്ളവർക്ക് രുചിക്കണം. യേശുവിന്റെ രുചി, യേശുവിന്റെ രുചി, യേശുവിന്റെ രുചി നമ്മൾ ഉണ്ടാകണം. അതാണ് ഉപ്പ്. അടുത്തായിട്ട് വായിക്കുമ്പോൾ വീണ്ടും വായിക്കും. ആ ആ ആ ആ ആ ആ ആ നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കണം. ഞാൻ അതിന് ഒന്ന് ചുരുക്കി പറയാം, കാരണം കർത്താവ് എക്സാമ്പിളാണ്. ഇതായിരിക്കും നമ്മുടെ വെളിച്ചം. ഇതുപോലെ ആളുകളുടെ മുമ്പിൽ പോയാൽ ഇത് പ്രകാശിക്കും. ഇത് വെറുതെ ഒരു സാധനം, പക്ഷെ ഇത് തുറക്കുമ്പോൾ ഇതിന്റെ ഫ്ലാഷ് അവരുടെ മുഖത്ത് ഏൽക്കുമ്പോഴാണ് ഇത് സാധാരണ അല്ല, ഇത് അത്ഭുത പ്രകാശമാണെന്ന്. അപ്പൊ നാം മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന യേശു എന്ന പ്രകാശം അവരുടെ മുഖത്തേക്ക് ഫ്ലാഷ് ചെയ്യണം. അപ്പോഴാണ് ആസ്വദിക്കുന്നത്. നിങ്ങളുടെ പ്രകാശം അവരുടെ മേൽ പതിയട്ടെ എന്ന്. ഇനി മത്തായി സുവിശേഷം 4-ാം അധ്യായം ആ 4-ൽ നിന്ന് താഴേക്ക് വരുമോ 14-15 ആ അതല്ല, മത്തായി 4-ന്റെ 14-15 ഒറ്റ വാക്യം. അത് തന്നെ, അത് തന്നെ. ആ ആ
അപ്പോ എങ്ങനെയുള്ള ദേശമാണ്? ഇരുട്ടില് മരണദേശം, സമൂഹത്താൽ ഒറ്റപ്പെട്ട് വെറുക്കപ്പെട്ട്. നമ്മൾ ചില പറയും കോളനി ഏരിയ, അല്ലെങ്കിൽ അങ്ങനെ മാറ്റിയ ഏരിയ എന്നൊക്കെ പറയുന്ന കുറെ ഏരിയകൾ. നഫ്താലി ദേശവും സെബൂലൻ ദേശവും കടൽക്കരയും യോർദാൻ അക്കരയുമുള്ള ചില പ്രദേശങ്ങളിലെ ആളുകൾ യഹൂദന്മാരാൽ തരംതിരിക്കപ്പെട്ട് ജാതികളായി മാറ്റിയിരിക്കുന്ന അവരുടെ ഇടയിലേക്കാണ് സ്വർഗസ്വനായ കർത്താവായ യേശു പ്രകാശമായി ഇറങ്ങി വരുന്നത്. ഈ വചനം യുഗങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു. യുഗങ്ങൾക്ക് മുൻപ് കർത്താവിന്റെ വരവ്. അത് നമുക്ക് നോക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9:1-2 വായിക്കും. യെശയ്യാവിന്റെ പ്രവചനത്തില് ഈ വെളിച്ചത്തെ കുറിച്ച് പ്രവാചക പുസ്തകത്തില് മുമ്പേ ജാതികൾ, സെബൂലൻ ദേശം, നഫ്താലി ദേശം, ജാതികളുടെ ദേശം, യോർദാനക്കര, ഇവിടെയാണ് ആദ്യ പ്രകാശം. ഇരുട്ടിൽ നടന്ന ജനം എന്ന് പറയുമ്പോൾ നാം വിചാരിക്കുന്ന ഈ രാത്രിയായ ഇരുട്ടല്ല, അന്ധകാരം നിറഞ്ഞ, പാപം നിറഞ്ഞ, ദൈവത്തെ അറിയാതെ. ഇന്ന് നമുക്കറിയാലോ, മദ്യം കഴിച്ച് സഹോദരി, അമ്മ, മക്കൾ, അച്ഛൻ എന്നറിയാതെ തോന്നിയതായി ചെയ്യുന്ന ലഹരി അവരുടെ ജീവിതത്തെ കാർന്നു നിന്ന അങ്ങനെയുള്ള അന്ധകാരം നിറഞ്ഞ പൈശാചിക മണ്ഡലങ്ങളിൽ നിറഞ്ഞ ആ ദേശത്തേക്ക് ആ ജനത്തെ രക്ഷിക്കുവാൻ യഹോവയായ ദൈവം യേശു കർത്താവിനെ പ്രകാശമായി, ജീവന്റെ പ്രകാശമായി. ഇനി നമ്മെ കുറിച്ച് ഒരു വാക്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നീങ്ങാം. അത് ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 33 മുതൽ 3 വാക്യം. ലൂക്കോസ് 11, 33, 36. വേഗം എടുക്കുക. ലൂക്കോസ് 11, 33. ആ ആ ആ ആ ആ മതി. നമ്മെ കുറിച്ചാണ്. നീ വിളക്കാണോ? ചോദ്യം 1. യേശുവിൽ നിന്ന് ലഭിച്ച പ്രകാശം നിന്നിലുണ്ടോ? നമ്മൾ ഓരോരുത്തരും നമ്മൾ പരിശോധിക്കണം. എന്നിൽ ഒരു ദിവ്യ ആത്മാവിന്റെ പ്രകാശം ഉണ്ടോ? അതായി പറഞ്ഞിരിക്കും, നിന്നിലുള്ള വെളിച്ചം കത്തിയാണെങ്കിൽ അത് ഒരു പാത്രമിട്ട് അടയ്ക്കരുത്. അത് എല്ലാവരും കാണാൻ, വീട്ടിൽ വരുന്നവർക്ക് കാണണം, പുറത്തു പോകുമ്പോൾ കാണണം, മറ്റുള്ളവർ ആസ്വദിക്കണം. അതുകൊണ്ട് ബൈബിൾ തുറസായി കൊണ്ടുപോകാൻ മടിക്കുന്ന മനുഷ്യനാണ് ക്രിസ്ത്യാനികളിൽ നിന്ന്. ഈ ബൈബിൾ പരസ്യമായി കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നില്ല. ആരെങ്കിലും കണ്ടാലോ? അപ്പൊ നിന്റെ വെളിച്ചം എന്ത് ചെയ്യണം? വിളക്ക് കത്തിയിരിക്കുവാൻ, എപ്പോഴും പ്രകാശിക്കുന്നതുകൊണ്ട് വീടിന്റെ സെന്ററിൽ വെക്കണം. നീ വീടിന്റെ സെന്ററിലായിരിക്കണം. വരുന്നവർക്ക് വെളിച്ചം കാണണം, നിന്റെ വിളക്ക് പ്രകാശിക്കണം. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതുവരെയ്ക്കും? നാം ചിന്തിക്കണം. ഞാൻ ഈ വചനം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു വരും. ഞാനൊരു വിശ്വാസിയാണ്. എന്റെ ഭർത്താവ് അറിയണം, എന്റെ മക്കൾ അറിയണം, എന്റെ സമൂഹത്തിലുള്ള വേണ്ടപ്പെട്ടവർ അറിയണം, അവരെല്ലാം അറിയണം യേശു എന്റെ രക്ഷകനാണ്, ഞാൻ രക്ഷകനായ യേശുവിനെ സ്വീകരിച്ചിരിക്കുന്നു. അത് അവരറിയണം. ആ വിളക്ക് കത്തിയിരിക്കും, അത് പ്രകാശിക്കണം. ചില വിളക്കുകൾ വഴുതിരി വെച്ചാൽ ഇങ്ങനെ കത്തി വെച്ചാൽ ഇങ്ങനെ അണഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അതല്ല, നല്ല പ്രകാശമായി. അതിൽ പറയും, നിന്നിലുള്ള പ്രകാശം അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നോക്കണം. നിന്റെ ശരീരം അന്ധകാരം നിറയാതിരിക്കുവാൻ മുഴുവനും പ്രകാശിക്കണം. നിന്റെ ശരീരം മുഴുവനും പ്രകാശിക്കണം. അതിന് ഞാൻ എല്ലാ വചനവും എടുപ്പിക്കുന്നില്ല. അതിന് പഴയ നിയമത്തില്
ഒരു വചനം ഇങ്ങനെ പറയുന്നു, ഇസ്രായേലെ കേൾക്ക, ആവർത്തനം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നീ കേൾക്കുകയും നിന്റെ മനസ്സിൽ പതിക്കുകയും നീ വീട്ടിലിരിക്കുമ്പോൾ അത് മക്കളെ പഠിപ്പിക്കുകയും അത് വഴി നടക്കുമ്പോഴും നീ എന്തെല്ലാം പ്രവൃത്തി ചെയ്യുന്നോ ആ പ്രവൃത്തിയിലും നിന്റെ കൈകളെ കെട്ടണം, നിന്റെ മുഖത്ത് വട്ടമായിരിക്കണം, നീ എപ്പോഴും അത് സംസാരിക്കണം. അപ്പൊ വിളക്ക് അണയുമോ? ബസ് കയറുമ്പോൾ വിളക്ക് അണയ്ക്കും, വീട്ടിൽ ഇരിക്കുമ്പോൾ അണയ്ക്കും, പ്രാർത്ഥന മുറി കയറുമ്പോൾ കത്തിക്കും. ഏത് സാഹചര്യങ്ങളിലും പ്രകാശിച്ചുകൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. നിങ്ങൾ ഇന്ന് 1 മണിക്കൂർ ഇവിടെ മാത്രം 1-2 മണിക്കൂർ ഇരിക്കുന്നുള്ളൂ. പക്ഷെ ഇന്ന് കിട്ടുന്ന വചനം സ്റ്റോക്ക് ചെയ്ത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. എങ്കിൽ നമ്മുടെ വിളക്ക് അണയത്തില്ല. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, വചനം ആദ്യം ആരോടായിരുന്നു? ദൈവത്തോടായിരുന്നു. ഭൂമി ഉണ്ടാകട്ടെ, വെളിച്ചം ഉണ്ടാകട്ടെ, വെള്ളം ഉണ്ടാകട്ടെ, ഇങ്ങനെ പറയുന്ന ദൈവത്തിന്റെ വാക്കാണ് മറിയയുടെ ഉദരത്തിൽ ജന്മമെടുത്തത്. അതാണ് വചനം. ഈ വചനമാണ് നമ്മുടെ ജീവിതത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഈ വചനം ഇങ്ങനെ പാലായനം ചെയ്തുകൊണ്ടേയിരിക്കും, ചലിച്ചുകൊണ്ടിരിക്കും. സ്വർഗസ്വനായ പിതാവേ, അങ്ങയുടെ നാമം വിശദീകരിക്കണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് അന്നു വേണ്ടുന്ന ആഹാരം തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും അങ്ങ് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്ന് വിടുവിക്കണേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു. ഹല്ലേലൂയ. ഏത് കാര്യം ആദ്യം നാം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിലെ ദൈവത്തോട് കൊടുക്കും. എന്ത് കാര്യമാണെങ്കിലും ആദ്യം അവിടെ കൊടുക്കും. മനുഷ്യനാൽ അസാധ്യം ദൈവത്തിന് സാധ്യം. വിശ്വാസത്തോടെ കൊടുക്കുക, വിശ്വാസത്തോടെ ഏൽപ്പിക്കുക. ദൈവം അത് ക്രമീകരിച്ച് നമ്മുടെ സമയത്ത് നമുക്ക് തരും. വിശ്വസിക്കണം. അപ്പൊ ഞാൻ നമ്മുടെ വിളക്കിനെ കുറിച്ചാണ് ഇത്ര നേരം സംസാരിച്ചത്. നാം ആയിരിക്കുന്ന വിളക്ക്, നമ്മുടെ വിളക്ക് എപ്പോഴും പ്രകാശിക്കണം, പ്രകാശിച്ചുകൊണ്ടിരിക്കണം. വിളക്കിന്റെ പേരെന്താ? യേശു. വിളക്കിന്റെ പേര് യേശു, ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ നാം എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിൽ ആ പ്രകാശം ജ്വലിച്ചുകൊണ്ടേയിരിക്കണം. ഭാര്യ ഭർത്താവായി കഴിയുമ്പോഴും ജ്വലിക്കട്ടെ, ആഹാരം കഴിക്കുമ്പോഴും ജ്വലിക്കട്ടെ, കുളിക്കുമ്പോഴും ജ്വലിക്കട്ടെ, നടക്കുമ്പോഴും ജ്വലിക്കട്ടെ, എപ്പോഴും. ചില ക്ഷേത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു നിലവിളക്ക് ഇങ്ങനെ കത്തിച്ചുകൊണ്ടേയിരിക്കും. അതിനൊരാളെ പോസ്റ്റ് ചെയ്യും, അവർ എണ്ണ ഒഴിക്കും, കത്തിച്ചുകൊണ്ടേയിരിക്കും. തിരുവനന്തപുരം സിറ്റിയിൽ അങ്ങനെ ഒരു സ്ഥലമാണ്, അല്ലേ? അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള വിളക്ക് കെടാതിരിക്കാൻ എന്നാണ് ഇപ്പൊ വായിച്ചു നിർത്തിയത്. കെട്ടുപോകാതിരിക്കുവാൻ. എന്തെന്നറിയാം? ഇരുട്ടുള്ളിടത്ത് പൈശാചിക ശക്തി കയറുള്ളൂ. അപ്പൊ അത് പ്രകാശമുണ്ടെങ്കിൽ അവിടെ വരത്തില്ല. അതുകൊണ്ടാണ് നിന്റെ ശരീരം അന്ധകാരത്തിലേക്ക് പോകാതിരിക്കാൻ വിളക്ക് പ്രകാശിച്ചുകൊണ്ടിരിക്കട്ടെ. സ്വതന്ത്രം. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയായി നയിക്കുന്നവൻ, നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയായി നയിക്കുന്നവൻ, പാപമെല്ലാം മറക്കുന്നവൻ, പുതുജീവനെ യേശു, യേശു അവനാരിലുള്ളനിലവേ, യേശു, യേശു യേശുവാരിലും മതിയായി. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഓർക്കണം, ഇന്ന് നമ്മൾ വിളക്കിനെ കുറിച്ച് സംസാരിച്ചു. വിളക്കാണ് സൂക്ഷിക്കണം കേട്ടോ. ബാറ്ററിയൊക്കെ ഉണ്ടെങ്കിൽ കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. വിളക്കണങ്ങ് പോകും. നാമാണ് വിളക്ക്. എവിടെ പോയാലും പ്രകാശം. ടോർച്ച് വേണ്ട നമുക്ക്. കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശം, കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശം, കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശം. അതാണ് നമ്മുടെ വിളക്ക്. സ്തോത്രം. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളെ
വിളക്കായി ചിത്രീകരിക്കുന്നു. അപ്പോ എപ്പോഴും നിങ്ങൾ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷരായി കാത്തിരിക്കുന്നു. എങ്ങനെയാ കാത്തിരിക്കുന്നൂടെ ആ വാക്യം വായിക്കും. നിങ്ങൾക്ക് യേശു ക്രിസ്തു നൽകിയ ദൈവത്തിന്റെ കൃപ നിമിത്തം ഞാൻ ആ ദൈവത്തെ നിങ്ങളെ കുറിച്ച് എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യും. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നു. ആ സകല വചനത്തിലും വചന പരിജ്ഞാനത്തിലും കുറവില്ലാത്തവരായി യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കണം. എത്ര പേരായിരിക്കും? അത് അയാൾ പറഞ്ഞുണ്ടോ, നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് കൃപ ലഭിച്ചത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം നൽകിയ ദൈവകൃപ നിങ്ങൾക്കുള്ളത് കൊണ്ട് ഞാൻ സ്തുതിക്കുന്നു. എബ്രിയേൽ ദൂതൻ മറിയയുടെ അടുത്ത് വന്ന് കൃപ നിറഞ്ഞവളെ നിനക്ക് വന്നു. ദൈവദൂതൻ സ്ത്രീയോട് പറയുന്നത് കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ന്. അപ്പൊ മറിയ ഇതാണ് ദൈവത്തിന്റെ ദൂതൻ എന്നെ വന്ദനം ചെയ്യുന്നു. അതാണ് ഇപ്പൊ പൗലോസ് പറയുന്നത്, കൃപ, ദൈവത്തിന്റെ കൃപ നിന്നിൽ നിറഞ്ഞത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വെറുതെ ലൈസൻസ് ഇല്ലാത്തതോ അംഗീകാരം ഇല്ലാത്തതല്ല ദൈവമക്കൾ. ഇന്ന് ഒരു സഹോദരി പറയുന്നു, പെന്തക്കോസ്തുകാർ നടത്തുന്ന പ്രാർത്ഥനയിൽ CSI-കാരനായി ഞാൻ വരും. സ്വർഗത്തിലെ ആകപ്പാടെ ഒരു വാതിലേ ഉള്ളൂ, വഴി സത്യവും ജീവൻ. എങ്ങനെയാണെന്നറിയാം വാതിൽ? ഞാൻ താഴോട്ട് പോകുമ്പോ വചനം പറയും, ഞാൻ പിതാവിലും പിതാവ് എന്നിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും. ഒറ്റ വഴിയുള്ളൂ, ഒരു ഡോർ, ഒറ്റ ഡോറേ ഉള്ളൂ. ഇവര് പോയി നിൽക്കും. പെന്തക്കോസ്തുകാർ ഇങ്ങോട്ട് ഇല്ല, കത്തോലിക്കാർ അങ്ങോട്ട് നില്ല്, സാൽവേഷൻ ഇങ്ങോട്ട് നില്ല്, CSI ഇങ്ങോട്ട് നില്ല്, യാക്കോബ ഇവിടെ നില്ല്, പേര് വിളിക്ക് വന്നാൽ മതി എന്ന് അങ്ങനെയുണ്ടോ? ഇവിടെ എന്ത് മനസ്സിലാക്കിയിരിക്കുന്നു? ഈ വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും ഒരു സഭയുടെ പേരുണ്ടോ? ചർച്ച് ഓഫ് ഗോഡ്. ചർച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം കർത്താവുമായി തുന്നിച്ചേർത്തി. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളും. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളും. എന്നിൽ കായ്ക്കുന്ന ചെത്തി വെളിപ്പാക്കും, കായ്ക്കാത്തതിന് എന്റെ തോട്ടക്കാരനായ പിതാവ് വെട്ടിക്കളയും. അവിടെ വേറൊരു സഭയും ഇല്ല, സംഘടനയില്ല. ഇവര് ബലം പിടിച്ചോണ്ടിരിക്കുകയാണ്, മസിൽ പിടിച്ചോണ്ടിരിക്കുകയാണ്. അവിടെ CSIക്ക് ഒരു വാതിലുണ്ട്, അവിടെ കൂടെ കയറാം. ആദ്യം മെത്രാൻ കയറും, പിന്നെ അച്ഛൻ കയറും, പിന്നെ നമുക്കും കയറാം, അവസാനം കപ്പിയാർക്കും കയറാം. കരച്ചിലും പല്ലുകടിയുമുള്ള സ്ഥലത്തേക്ക് നിന്നെ തള്ളിയിടുമെന്നാ പറഞ്ഞിരിക്കും. ദൂതന്മാരവിടെ നിൽക്കും, ഒറ്റ തെള്ളാണ് താഴേക്ക്. ധനവാൻ കിടന്ന് പറയുന്നു, അല്ലയോ അബ്രഹാം പിതാവ്, ആ ലാസറിന്റെ ചെറുവിരൽ വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കുവാൻ ഈ ജ്വാലയിൽ കിടക്കുന്ന എനിക്ക് ഒരിറ്റ് ജലം തരണമേ എന്ന് വിളിച്ചു കൂകുമ്പോൾ അബ്രഹാം പറയുന്നു, അല്ലയോ മകനെ, ഇവിടെ നിന്ന് അങ്ങോട്ട് ആർക്കും വരാൻ നിൽക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ട് ആർക്കും വരാൻ കഴിയില്ല. അതുകൊണ്ട് നീ ജീവിച്ചപ്പോൾ നന്നയും പട്ടുവസ്ത്രവും ധരിച്ച് സുഖലോലുവനായി ജീവിച്ചു. ആ ലാസർ പടിപ്പുരയിൽ കിടന്ന് അവന്റെ വെള്ളങ്ങൾ പഴുത്തൊഴിയപ്പോൾ, നായി നക്കി തുടച്ചപ്പോൾ ഒരിറ്റ് ജലമോ അല്പം ആഹാരമോ എടുക്കാൻ കഴിയാത്ത നിനക്ക് ഒരു തുള്ളി വെള്ളം സ്വർഗരാജ്യം ഇല്ല. ഒരു കാര്യം മനസ്സിലായിക്കോ, മരിക്കുമ്പോൾ നിങ്ങൾക്ക് നമുക്ക് കാണാം. ഇല്ലെങ്കിൽ യേശു പറയില്ലേ, അപ്പോൾ നാം ഈ ജ്വാലയിൽ കിടന്ന് നോക്കുമ്പോൾ മുകളിൽ ചില ആളുകൾ ഇരിക്കുന്നത് കാണാം, പരദീസയിൽ. അതുകൊണ്ട് ഇപ്പോൾ കണ്ടില്ലെങ്കിലും അന്ന് കാണാം, അന്ന് ആത്മീയ കണ്ണുണ്ട്. അല്ലെങ്കിൽ ധനവാൻ പറയുന്നു, എന്നാൽ എന്റെ ജ്യേഷ്ഠനും അനിയനും ഒക്കെ അവിടെ ഉണ്ട്, ലാസറിനെ ഒന്ന് സുവിശേഷം പറയാൻ എന്റെ നാട്ടിലേക്ക് അയക്കണം. അബ്രഹാം പറഞ്ഞു, അവിടെ പ്രവാചകന്മാരും വേദോസ്തവും ഉണ്ട്, അതനുസരിച്ചാൽ മതി. മരിച്ചവൻ ഇനി സുവിശേഷം പറയാൻ ഞാൻ ഇത് കൊണ്ടുവന്നത് നമ്മൾ കാണും, മരണം കഴിഞ്ഞാൽ പരസ്പരം കാണും. പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കും.